ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എബർട്ട് ഫിലിം. ഐ ആം യുവർ വിപിൻ. നമ്മൾ സംസാരിക്കാൻ പോകുന്ന ബബ്ബ എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചാണ് കേട്ടോ. ഭയഭക്തി ബഹുമാനം. ജനപ്രിയ നായകൻ ദിലീപ് നായകനായി അഭിനയിച്ചിട്ടുള്ള ധനഞ്ജയ് ആണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിരുന്നത്. പക്ഷേ ഈ സിനിമ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുഡ് ബാഡ് അഗ്ലി സ്കൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരിക്കലും ഇതൊരു ഒരു പടം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയില്ല. ഒരു എന്താ പറയുക, എന്തൊക്കെയോ കാട്ടിക്കൂടി കുറെ റെഫറൻസുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ കുറെ ക്യാമിയോ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടാവും തമിഴിൽ അജിത് നായകനായി വന്ന ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമയെ കുറിച്ച് പറയുമ്പോൾ അതില് അജിത്ത് എന്ന് പറഞ്ഞൊരു വൗ ഫാക്ടറാണ്. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈൽ ഓഫ് അപ്രോച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ് സിനിമയുടെ മെയിൻ. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ജനപ്രിയ നായകൻ ദിലീപ് ഉണ്ട്, അദ്ദേഹത്തിന്റെ CID മൂസ, മീശമാധവൻ, അതുപോലെ എത്ര സിനിമ, പറക്കും തളിക, അങ്ങനെ ഒരുപാട് സിനിമകളിലെ കുറേ സംഭവങ്ങൾ, ഒരുപാട് റെഫറൻസുകളും ഒരുപാട് ഡീറ്റെയിൽസിംഗ് ഒക്കെ വെച്ചെടുത്തിട്ടുണ്ട് സിനിമ. പക്ഷെ എന്താ പറഞ്ഞ കാര്യം, ഒന്നും വേണ്ട വിധത്തിൽ വർക്കാവണില്ല എന്നുള്ളതാണ് സത്യം. അതേപോലെ ലാലേട്ടന്റെ ഒരു ബിഗസ്റ്റ് ക്യാമിയോ, ആ ഇൻട്രോ എന്ന് പറഞ്ഞത് മോനെ ഞാൻ അടുത്ത കാലത്ത് കണ്ടത് വെച്ച് ലാലേട്ടന്റെ പീക്ക് ഇൻട്രോ, കിട്ടുന്ന ഇൻട്രോ സീക്വൻസ് ആണ്. പക്ഷെ ആ സീക്വൻസ് പോലും സിനിമയിൽ അൺവാണ്ടഡ് ആയിട്ടാണ് തോന്നുന്നത്. അതേപോലെ ഒരു സ്റ്റോറി ഉണ്ട് പടത്തിന്, നോ ലോജിക് ഓൺലി മാഡ്നസ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എന്തെങ്കിലും ഒരു സ്റ്റോറി എന്ന് പറയാൻ എന്തെങ്കിലും വേണ്ടേ? അതില്ല. ഈ സിനിമയില് വളരെ ബോറായി പോകുന്ന ഒരു സ്റ്റോറി, അതിന് അത്രയും തന്നെ ഒരു രസകരമല്ലാത്ത രീതിയിലെടുത്തൊരു സ്ക്രീൻ പ്ലേ. ഇതിൽ നൂറിനൊക്കെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നതാണ് ഞാൻ കേട്ടത്. പക്ഷെ എവിടെ എത്തിയിട്ടില്ല. പിന്നെ മ്യൂസിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ പാട്ടുകളൊന്നും കാര്യമായിട്ട് വർക്കായിട്ടില്ല. എനിക്ക് മ്യൂസിക് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, അവിടെ വരുന്ന ചില ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സ്കോറുകളൊക്കെ. പക്ഷെ അതും വേണ്ട വിധത്തിൽ വർക്കാവണില്ല. പിന്നെ സിനിമയുടെ സെക്കൻഡ് ഹാഫിന് മുമ്പ്, ഇൻട്രോലിന് മുന്നായിട്ട് ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ഒരു DJ ഒരു മാഷപ്പ് സെറ്റപ്പ് ആക്കിയിട്ട് റിയാസ് ഖാന്റെ ഒക്കെ ക്യാമിയോപ്പോഴാണ്. ഞാൻ പറയട്ടെ, ഒരു 10-15 സിനിമകളിൽ ഉപയോഗിക്കാൻ പറ്റിയ റിട്രോ സോങ്സ് ഒരൊറ്റ പാട്ടിലിട്ടിട്ട് നശിപ്പിച്ചു വെച്ചിട്ടുണ്ട്. സത്യമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം എവിടെയോ ഒരു എന്താ പറയാ, ആ ഒരു സീക്വൻസിൽ ഇത്രയും സോങ്സിന്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നിപ്പോയി. ഏതെങ്കിലും ഒരു പാട്ട് വെച്ചിട്ട് തന്നെ അവർക്ക് അടിപൊളി ചെയ്യാറുണ്ട്. അതുപോലും ചെയ്യാതെ ചറ എന്ന് പറഞ്ഞ ഒരുപാട് പാട്ടുകൾ കുത്തിക്കയറ്റിയ ഈ സിനിമ നന്നാവുന്ന ഇവരോട് ആരെ പറഞ്ഞത് എനിക്കൊരു പിടിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ സംശയിക്കുന്നു വേണ്ട, പടം പോരാ. സത്യം പറഞ്ഞാൽ അതാണ് അവസ്ഥ. ഇവർ ലോജിക്ക് ഇല്ലാതെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇല്ലോജിക്കലാക്കി എടുക്കുന്ന ഒരിക്കലും വിചാരിച്ചില്ല. ലോജിക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം നന്നായി ചെയ്താൽ മതി. പക്ഷെ അതുപോലെ ഇല്ലെന്നേ, ഒരു എന്റർടൈൻമെന്റ് വാല്യൂ വേണ്ട സിനിമയ്ക്ക് അതും ഇല്ല. എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയൊരു സിനിമ. ഇനി നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. നമ്മൾ ഈ സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ നെഗറ്റീവ് പറഞ്ഞൊന്നും വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് സൺഡേ, അതായത് ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ്, ഇങ്ങനെ ഒരു 3-4 ദിവസം ഗ്യാപ്പ് ഇട്ട് റിവ്യൂ ചെയ്ത്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. പിന്നെ ഗോകുലം ഗോപാലിന്റെ ഒരു ക്യാമിയോ ഉണ്ട് സിനിമയില്. പുള്ളിക്കാരൻ ഈ ക്യാമിയോ കാണിച്ചിട്ട് തന്നെ ആയിരിക്കും ഇവർ ഈ സിനിമ എടുപ്പിച്ചതെന്ന് തോന്നുന്നുണ്ട്. കാരണം പുള്ളിക്കാരൻ അത്യാവശ്യം രസമുണ്ടായിരുന്നു, ഡീസെന്റായി ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നമ്മൾ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. കാണാത്തൊരു നമ്മളുടെ സിനിമ കണ്ടു നോക്കുക. കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഞാൻ ആരോടും സജസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക. കാരണം നിങ്ങളുടെ സമയമാണ്, നിങ്ങളുടെ ക്യാഷാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വിനിയോഗിക്കാം. മൊത്തത്തിൽ ദിലീപേട്ടൻ്റെ ഒരു കമ്പാക്ക് പ്രതീക്ഷിച്ച് പോയിട്ട് ഞാൻ ഗോ ബാക്ക് എന്ന് പറഞ്ഞ് വരേണ്ട അവസ്ഥയായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് ഒട്ടും വർക്കാവാത്തൊരു സിനിമയാണ്. നിങ്ങൾ കണ്ടു നോക്കുക, എന്താണെന്നുള്ളത് പറയാം.